ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളീയ പൊതുസമൂഹം എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. ആരായിരിക്കും ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി, അല്ലെങ്കിൽ ഇനി ആരായിരിക്കും ഗതാഗത വകുപ്പിൻ്റെ അല്ലെങ്കിൽ KSRTCയുടെ MD എന്ന ഒരാകാംക്ഷ പൊതുവെ പൊതുസമൂഹത്തിലും അതുപോലെ തന്നെ KSRTC ജീവനക്കാരുടെ ഇടയിലും ഉണ്ടാകാറുണ്ട്. ഇത്തവണയും ഈ ഭരണത്തിലെ 2.5 വർഷം പിന്നിടുന്ന സമയത്തും പൊതുസമൂഹം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമാണ് അടുത്ത മന്ത്രി ആരായിരിക്കും. നാളിതുവരെ MD പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയാണോ, അതോ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും കഴിവുള്ള നട്ടലുള്ള ഒരു മന്ത്രിയാണോ ഇനി KSRTCയിലേക്ക് വരിക എന്നുള്ള ഒരാകാംക്ഷ കേരളീയ പൊതുസമൂഹത്തിനും KSRTC തൊഴിലാളിക്കും ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഏകദേശം ജനങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബഹുമാനപ്പെട്ട KB ഗണേഷ് കുമാർ തന്നെ KSRTC മന്ത്രിയായി ചുമതലയേറ്റു. അദ്ദേഹം മന്ത്രിയാകുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞു, ഗതാഗത വകുപ്പാണ് എനിക്ക് നൽകുന്നതെങ്കിൽ അത്യാവശ്യം മാറ്റങ്ങൾ വരുത്താനും അതുപോലെ തന്നെ ഈ മേഖലയുമായി കുറേ വിഷയങ്ങൾ പഠിക്കുകയും ചെയ്തുകൊണ്ടുകൊണ്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവും. മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പെട്ടെന്നല്ലെങ്കിൽ കൂടിയും ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്ന ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തുകയുണ്ടായി. കാര്യം KSRTC ലാഭത്തിലാണെങ്കിലും കണക്കുകൾ കൊണ്ട് നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനമായി ചിത്രീകരിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഇതിലെ മാറ്റങ്ങൾ അനിവാര്യമായിരുന്നു. അദ്ദേഹം ചുമതലയേറ്റ ഉടനെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. KSRTCയിലെ ചോർച്ചകൾ അടയ്ക്കും എന്നുള്ളത്. KSRTCയിൽ ചോർച്ചകളുണ്ട് എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു മന്ത്രി തന്നെ, ഒരു ജനപ്രതിനിധി തന്നെ ഇതിൻ്റെ മന്ത്രിയായി വന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കേരള പൊതുസമൂഹവും ഇവിടുത്തെ മാധ്യമങ്ങളുമെല്ലാം വളരെ താല്പര്യത്തോടുകൂടി തന്നെ അദ്ദേഹത്തെ വരവേറ്റു. കാരണം KSRTCയിൽ ഇനി ഒരു കാലഘട്ടം, മാറ്റങ്ങളുടെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ നല്ലത് വരാനുള്ളൊരു കാലഘട്ടമാണ് എന്ന ഒരു കാഴ്ചപ്പാട് പൊതുവിലുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകളുണ്ട്. ഒന്ന്, ചോർച്ച അടയ്ക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേ സർവീസുകൾ ആരംഭിക്കുകയാണെങ്കിൽ ജീവനക്കാർക്ക് കിടക്കാനുള്ള സൗകര്യം കൊടുക്കണം, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ സ്റ്റേ സർവീസ് കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലാഭത്തിലില്ലാത്ത സർവീസുകൾ നിർത്തലാക്കും. അത് ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഭരണാധികാരികളെയും കണ്ട് സംസാരിച്ചതിന് ശേഷം മാറ്റങ്ങൾ വരുത്തും എന്നെല്ലാം പറയുമ്പോൾ, മാത്രമല്ല തൊഴിലാളികൾക്ക് ഗഡുക്കളായിട്ടല്ലാതെ ഒറ്റത്തവണ തന്നെ ശമ്പളം കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയൊരു പ്രതീക്ഷയുടെ കിരണം തന്നെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് 1-2 കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് ചോർച്ച അടയ്ക്കുമെന്ന് പറഞ്ഞു, അങ്ങ് അധികാരത്തിലേറി അല്പ ദിവസത്തിനുള്ളിൽ തന്നെ 20 മിനിറ്റിലേറെ സമയം ഒരു ബസ് സ്റ്റാർട്ടിങ്ങിലിട്ട, ഒരു AC ബസ് സ്റ്റാർട്ടിങ്ങിലിട്ടതിൻ്റെ പേരിൽ ഡീസൽ നഷ്ടം സംഭവിച്ചതിൻ്റെ പേരിൽ ഒരു ജീവനക്കാരൻ സസ്പെൻഷനായി. അതുപോലെ സാമ്പത്തിക ക്രമക്കേട് കാണിച്ച ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ KSRTCയെ സംബന്ധിച്ച് കടുക് ചോരുന്നത് കാണും, എന്നാൽ കപ്പൽ ചോരുന്നത് കാണാത്തൊരവസ്ഥയായിരുന്നു നാളിതുവരെയെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റങ്ങൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അറിവിലേക്ക് 1-2 കാര്യങ്ങൾ പറയുകയാണ്. ഒരുപക്ഷെ മന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടി നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ചോർച്ചയിലപ്പുറം ഒരുപക്ഷെ പൈസ ചോരുന്നതല്ലാതെ എങ്ങനെയാണോ ജീവനക്കാരൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണം ദുർവ്യയം ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥ ഭരണാധികാരിയുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് KSRTCക്ക് നഷ്ടം സംഭവിക്കുകയോ ചെയ്യുന്നു എന്നൊരു കാര്യം വസ്തുനിഷ്ഠമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, KSRTCയുടെ ഏറ്റവും വലിയ ചെലവ് എന്നുള്ളത് ഡീസൽ ചെലവാണ്. ഇവിടെ മണ്ടയിൽ ഒന്നുമില്ലാത്ത ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ തിരുമണ്ടയിൽ തോന്നിയ ഒരു മണ്ടൻ പരിഷ്കാരമായിരുന്നു DCPകൾ, അല്ലെങ്കിൽ ജില്ലാ കോമൺ പൂൾ എന്ന ഓമനപ്പേരിൽ കൊണ്ടുവന്ന DCP. ഒരു ജില്ലയിൽ ഒരു മെയിൻ വർക്ക്ഷോപ്പ്. അന്ന് എന്തായിരുന്നു പറഞ്ഞത്, ഇന്ന് അതിൻ്റെ 2ാം വാർഷികം കഴിഞ്ഞു. 2021 ഡിസംബറിലാണ് DCPകൾക്ക് തുടക്കം കുറിച്ച് 2 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു വിചാരണ അനിവാര്യമാണ്. ഒരു ജില്ലയിൽ ഒരു മെയിൻ വർക്ക്ഷോപ്പ് വരുന്നു, അവിടേക്ക് മറ്റുള്ള ഡിപ്പോകളിൽ നിന്ന് ബസ്സുകൾ വരുന്നു, ഗിയർ ബോക്സ് മാറ്റുന്നു, ക്ലച്ച് മാറ്റുന്നു, എൻജിൻ മാറ്റുന്നു, പവർ സ്റ്റിയറിംഗ് മറ്റേത് മാറ്റുന്നു, അങ്ങനെ എല്ലാ മന്ത്ലി വർക്ക് ചെയ്യുന്നു, ഫ്യൂൽ മെയിൻ്റെനൻസ് വർക്കുകൾ അവിടെ ചെയ്യുന്നു. അപ്പം നല്ലൊരാശയമാണ്. വണ്ടികൾ ഡോക്കാകുന്നില്ല. 1 കിലോമീറ്റർ തികഞ്ഞ ഗിയർ ബോക്സ് അഡ്വാൻസ് ആയിട്ട് വരുന്നു, ക്ലച്ച് വരുന്നു, എൻജിൻ വരുന്നു, എല്ലാ സാധനവും സ്പെയറായിട്ട് അഡ്വാൻസ് വരുന്നു. ഡിപ്പോയിൽ നിന്നും വണ്ടി ഈ മെയിൻ വർക്ക്ഷോപ്പിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ DCP ജില്ലാ കോമൺ പൂളിലേക്ക് എത്തുന്നു. അവിടുന്ന് ഇത് മാറ്റുന്നു, പിറ്റേ ദിവസം വണ്ടി സർവീസിന് അയക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വരുന്ന വേറെ നഷ്ടമുണ്ട്. നമുക്ക് 22 ജില്ലാ കോമൺ പൂളാണുള്ളത്, 5 മെയിൻ വർക്ക്ഷോപ്പുകളുണ്ട്. ഒരു ഉദാഹരണം എടുക്കാം. വയനാട് ജില്ലയിൽ ബത്തേരി ഒരു DCP ആണ്. കൽപ്പറ്റ മാനന്തവാടിയിൽ നിന്നും ബസ്സുകൾ മെയിൻ വർക്കുകൾക്ക് വേണ്ടി മന്ത്ലി മെയിൻ്റനൻസ്,
ഫ്യൂവൽ മെയിൻ്റനൻസ്, ക്വാർട്ടർലി മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ക്ലച്ച്, ഗിയർ ബോക്സ്, പവർ സ്റ്റിയറിംഗ് ബോക്സ് തുടങ്ങിയ വർക്കുകൾക്ക് വേണ്ടി മാനന്തവാടിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും ബത്തേരിയിലേക്ക് വണ്ടി വരുന്നു. ഇന്ന് ഒരു ഗിയർ ബോക്സ് കംപ്ലൈൻ്റായി ആ വണ്ടി 30 കിലോമീറ്റർ ഓടിച്ച് ബത്തേരിയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ 40 കിലോമീറ്റർ ഒരു ഭാഗത്തേക്ക് ഓടിക്കുന്നു. 80 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഓടിക്കുമ്പോൾ 80 കിലോമീറ്ററാണ്. 20 ലിറ്റർ ഡീസൽ അവിടെ നഷ്ടപ്പെടുകയാണ്. 20 ലിറ്റർ ഡീസലിൻ്റെ വില ശരാശരി 2000 രൂപ കൂട്ടിക്കോ. അങ്ങനെ ദിനം പ്രതി ഒരു ബസ്സല്ല വരുന്നത്, ഇതേപോലെ ആ ജില്ലയിലുള്ള വിവിധ ഡിപ്പോകളിലെ ബസ്സുകൾ ഇത്തരം പണികൾക്ക് വേണ്ടി മെയിൻ്റനൻസ് വർക്കുകൾ തീർക്കുവാൻ വേണ്ടി ജില്ലാ കോമൺ പൂളിലേക്ക് വരുമ്പോൾ പ്രതിദിനം ലക്ഷങ്ങളുടെ നഷ്ടം ഡീസൽ ഇനത്തിൽ വരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ പണച്ചോർച്ച കാണുന്നില്ല ആരും. ഇവിടെ പരിശോധിക്കേണ്ട വിഷയം, ഈ ജീവനക്കാരെ അതാത് യൂണിറ്റുകളിൽ കാലങ്ങളായി ആ ഡിപ്പോയുടെ വണ്ടികൾ പണിയുമ്പോൾ കാര്യക്ഷമതയോടും ഉത്തരവാദിത്തോടും ഭംഗിയോടെ നിർവഹിച്ചിരുന്ന ജോലികൾ ജില്ലാ കോമൺ പൂളിലേക്ക് എത്തുമ്പോൾ അവിടെ എഴുതപ്പെട്ട പണികൾ മാത്രം തീർക്കപ്പെടുകയും ഈ ക്ലച്ച് മാറ്റിയ വണ്ടി 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഗിയർ ബോക്സ് മാറ്റാൻ വരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ മന്ത്ലി വർക്കിന് വരുന്നു, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഫ്യൂവൽ മെയിൻ്റനൻസ് വർക്കിന് വരുന്നു. അങ്ങനെ പലതവണ ഒരു ഡിപ്പോയിലെ ഒരു വണ്ടി തന്നെ ഇത്തരം കോമൺ പൂളിലേക്ക് എത്തുമ്പോൾ ആ ഒരു വണ്ടിയിൽ തന്നെ ഉണ്ടാകുന്ന ഡീസൽ നഷ്ടം 10,000ങ്ങളുടെ പുറത്തു പോകും. ഇത് കണക്കുകൾ പരിശോധിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി കൃത്യമായിട്ട് ഈ കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷിക്കുമ്പോൾ KSRTCയിലെ വിജിലൻസിനെയോ KSRTCയിലെ ഇൻസ്പെക്ടർമാരെ വെച്ച് അന്വേഷിക്കരുത്. പകരം പുറത്തുനിന്ന് ഒരു ഇൻസ്പെക്ടറെയോ പുറത്തുനിന്ന് ഒരു വിജിലൻസ് വിഭാഗത്തെ വെച്ചിട്ട് വേണം ഇത് അന്വേഷിക്കുമ്പോഴാണ് പ്രതിമാസം ഒരു ഡിപ്പോയിൽ വരുന്ന ലക്ഷങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് അറിയുന്നത്. കൃത്യമായിട്ട് ഈ തുക, ഈ ആശയം കൊണ്ടുവന്ന ആരാണോ അവരുടെ കയ്യിൽ നിന്നും വസൂലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തൊരു ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലെ ഒരു DCP ആണ് റീജിയണൽ വർക്ക്ഷോപ്പ് എടപ്പാൾ. മലപ്പുറം ഡിപ്പോയുടെ ഒരു വണ്ടി 36-40 കിലോമീറ്റർ ഓടിച്ച് വേണം എടപ്പാളെത്താൻ. അടുത്തൊരു സബ് ഡിവിഷൻ DCP ആയിട്ട് അംഗീകാരമില്ലെങ്കിലും പ്രവർത്തിക്കുന്ന സ്ഥലമാണ് പെരിന്തൽമണ്ണ ഡിപ്പോ. വണ്ടി ഇടാൻ സ്ഥലമില്ല. ഇനി എന്തായിക്കോട്ടെ, നിലമ്പൂരിൽ നിന്നും 45 കിലോമീറ്റർ ഓടിച്ച് ഒരു വണ്ടി ഒരു ക്ലച്ച് മാറ്റാൻ വേണ്ടി പെരിന്തൽമണ്ണയ്ക്ക് വരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും ക്ലച്ച് മാറ്റി തിരിച്ച് വണ്ടി നിലമ്പൂരെത്തുമ്പോൾ 90 കിലോമീറ്റർ. എത്ര ലിറ്റർ ഡീസൽ ചിലവുണ്ട്? 35 വണ്ടികൾ അധികമുണ്ട് നിലമ്പൂർ ഡിപ്പോയിൽ. അങ്ങനെ ശരാശരി 10, 40, 50 വണ്ടികളുള്ള ഓരോ ഡിപ്പോയിൽ നിന്നും പ്രതിമാസം ഓരോ വണ്ടി തന്നെയും 5ലധികം തവണ ഈ DCPയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഡീസൽ ചോർച്ച, ഡീസൽ നഷ്ടം ആര് പരിഹരിക്കും? ഇത് ജീവനക്കാരനെ മണ്ടയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഇനി ഡോക്ക് കുറയ്ക്കുന്നു പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കേണ്ട വേറൊരു കാര്യം, 2021 ഡിസംബറിന് മുന്നേ കേരളത്തിലുണ്ടായിരുന്ന KSRTCക്ക് ഉണ്ടായിരുന്ന ബസ്സുകളും അതിൻ്റെ ഡെയിലി ഡോക്കുകളുടെ എണ്ണം എടുക്കണം. ഈ 2021 DCP തുടങ്ങിയതിന് ശേഷം നാളിതുവരെയുള്ള ബസ്സുകളുടെ ഡോക്കിൻ്റെ എണ്ണം എടുക്കണം. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇന്നുള്ളതിനേക്കാൾ കുറഞ്ഞ ബസ്സുകളായിരുന്നു ഈ DCP വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നത്. അടുത്തൊന്ന് ബ്രേക്ക് ഡൗണിൻ്റെ എണ്ണം പരിശോധിക്കേണ്ടതുണ്ട്. 2021 മുന്നുള്ള 2 വർഷത്തെ പരിശോധിക്കാം, കോവിഡ് കാലത്തിന് മുന്നുള്ള. ആ സമയം കോവിഡാണല്ലോ. ഈ 2021 DCP വന്നതിന് ശേഷമുള്ള ബസ്സുകളുടെ ബ്രേക്ക് ഡൗൺ അനലൈസിസ് നടത്തണം. അപ്പോൾ ഇതിനെ മറച്ചു വെക്കുന്ന വലിയൊരു ഉദ്യോഗസ്ഥ ലോബി തന്നെ, കാരണം താൻ കൊണ്ടുവന്ന പരിഷ്കരണം ലാഭമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ഉദ്യോഗസ്ഥ ലോബി ഇതിന് പിന്നിലുണ്ട്. അങ്ങ് ചോർച്ച തടയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ DCP എന്ന ഈ തിരുമണ്ടൻ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണം. അതാത് ഡിപ്പോകളിൽ ഇത് ചെയ്യാൻ പറ്റും. ഗിയർ ബോക്സ് നാളിതുവരെ KSRTC രൂപീകൃതമായതിനു ശേഷം 2021 വരെ അതാത് യൂണിറ്റുകൾ ചെയ്ത വർക്കുകൾ തന്നെയാണ്. ഒരു ക്ലച്ച് മാറ്റൽ, ഒരു ഗിയർ ബോക്സ് മാറ്റൽ, മന്ത്ലി മെയിൻ്റനൻസ്, ഫ്യൂവൽ മെയിൻ്റനൻസ് തുടങ്ങിയ വർക്കുകളെല്ലാം അതാത് യൂണിറ്റുകൾ ചെയ്യാൻ പറ്റും. അവനവൻ്റെ യൂണിറ്റിലാവുമ്പോൾ അതിന് ഉത്തരവാദിത്വം കൂടും. ഇനി എൻജിൻ വർക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് മെയിൻ വർക്ക്ഷോപ്പുകളിലേക്ക് അയക്കാൻ പറ്റും. ഇവിടെ ഒരു വണ്ടി എൻജിന് വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞാണ് ആ എൻജിൻ തിരികെ ലഭിക്കുന്ന എന്നും കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ക്ലച്ചിന് പിടിച്ചാൽ ക്ലച്ച് പിടിക്കുന്നുണ്ട് എന്ന് റീജിയണൽ വർക്ക്ഷോപ്പിലേക്കോ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ഈ 5 വർക്ക്ഷോപ്പുകളിലേക്ക് അറിയിച്ചാൽ പോലും എത്ര ദിവസം കൊണ്ടാണ് ക്ലച്ച് കിട്ടുക, എത്ര ദിവസം കൊണ്ടാണ് ഗിയർ ബോക്സ് കിട്ടുക? ഇനി ഒരു ഗിയർ ബോക്സിന് വേണ്ടി വരുന്ന വണ്ടി പരിശോധിക്കുമ്പോൾ ക്ലച്ചും കൂടെ കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് അടുത്ത ആഴ്ച മാറ്റാമെന്ന് പറഞ്ഞു വിടുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദവും നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് KSRTCക്ക് നമ്മൾ കാണാതെ പോകുന്ന സാമ്പത്തിക നഷ്ടമാണ്. ലക്ഷങ്ങളുടെ അല്ല, കോടികളിലേക്ക് വരും. കേരളത്തിലെ ഈ 95 ഡിപ്പോ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഇത് നമുക്ക് പിടികിട്ടുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും KSRTCയിലെ വിജിലൻസിനെ കൊണ്ടല്ല അന്വേഷിപ്പിക്കേണ്ടത്, മറിച്ച്
ബഹുമാനപ്പെട്ട മന്ത്രി എന്ന നിലയ്ക്ക് ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ, വിജിലൻസ് അന്വേഷണ സംഘത്തെ പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് ഇത് അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാകുക. മറ്റൊരു നഷ്ടമുണ്ട് സർ, അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങ് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആളില്ലാത്ത സ്ഥലത്തേക്ക് സർവീസ് പോകേണ്ട ഒരു ദീർഘദൂര ബസ് അവസാനിക്കുന്നതിന് ഇപ്പുറം ആളുകൾ ഇറങ്ങിയാൽ അപ്പുറത്തേക്ക് വണ്ടി ഓടണ്ട, ഡീസൽ ചെലവാണ് എന്ന് പറഞ്ഞു. ശബരിമലയിൽ അങ്ങെടുത്ത തീരുമാനം ശക്തമായ തീരുമാനമായിരുന്നു. പമ്പയിൽ നിന്നും ദീർഘദൂര ബസ്സുകൾ നിലക്കൽ സ്റ്റാൻഡിൽ കയറി പോകേണ്ടതില്ല എന്നുള്ളത്. കുറഞ്ഞ 4-5 കിലോമീറ്റർ ഒരു വണ്ടി ചുറ്റിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കൃത്യമായിട്ട് അറിയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഉദാഹരണം പറയാനുണ്ട്, നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന തിരുവനന്തപുരം സർവീസ്, സൂപ്പർഫാസ്റ്റ് സർവീസ്, നിലമ്പൂർ ടു വഴിക്കടവ് 20 കിലോമീറ്ററാണ്. ഈ കിലോമീറ്റർ ഡെഡായിട്ട് ഓടുകയാണ്. നിലമ്പൂരിൽ നിന്ന് 28 രൂപ കൊടുത്തിട്ട് ഒരാളും യാത്ര ചെയ്യാനില്ല, കാരണം അവിടെ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും ഇഷ്ടം പോലെ ഉണ്ട്. ഈ ബസ് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുമ്പോൾ നിലമ്പൂരിൽ നിന്ന് ഇഷ്ടം പോലെ കണക്ഷൻ ബസ്സുകൾ ആ സമയത്ത് വഴിക്കടവിലേക്കുണ്ട്. പുലർച്ചെ വരുന്ന വണ്ടിക്ക് മലപ്പുറം ഊട്ടി സർവീസ് ഉണ്ട്. അതുപോലെ നിലമ്പൂർ ഡിപ്പോയുടെ തന്നെ മാനന്തവാടി സർവീസ് ഉണ്ട്, മരുതക്കടവ് സർവീസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ബസ്സുകൾ വഴിക്കടവ് ഭാഗത്തേക്ക് പോകാനുള്ളപ്പോൾ ഒന്നല്ലെങ്കിൽ 2 ആളെ വെച്ചെങ്കിലും ഈ വണ്ടി വഴിക്കടവ് പോയി തിരിച്ചു വന്നില്ലെങ്കിൽ ജീവനക്കാർക്ക് ബാറ്റ കൊടുക്കില്ല, അവൻ്റെ ഡ്യൂട്ടി കട്ട് ചെയ്യുകയാണ്. ആലോചിക്കണം, ഒരു ബസ് രാവിലെയും വൈകുന്നേരത്തും ഒരു ട്രിപ്പിന് 40-80 കിലോമീറ്റർ ഡെഡായിട്ട് ഓടുകയാണ്. ഡീസൽ ചിലവെന്ന് ആലോചിക്കണം. ജീവനക്കാരന് കൊടുക്കുന്ന 200 രൂപ ലാഭിക്കാൻ വേണ്ടി മിഡിൽ മാനേജ്മെൻറ്റ് ഉള്ള ആളുകൾ നിർബന്ധമായും വഴിക്കടവ് പോയി വരണം എന്ന് പറയുകയാണ്. ഒരു തവണ ഈ ബസ് എടക്കരയിൽ വെച്ച് ആൾ കഴിഞ്ഞു, പുലർച്ചെ സർവീസാണ്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു, പുലർച്ചെ 5 മണിയോടുകൂടി എടക്കരയിൽ വെച്ച് ആൾ കഴിഞ്ഞു. ആ ബസ് അവിടുന്ന് തിരിച്ചതിൻ്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി പോലും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സർവീസുകൾ പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ വഴിക്കടവ് കോഴിക്കോട് TT സർവീസ് ഇതേപോലെ തന്നെ തുടക്കത്തിലും അവസാനത്തിലും 20 കിലോമീറ്റർ വെച്ച് ഡെഡായിട്ട് ഓടുന്നു. കേരളത്തിലെ വിവിധ ഡിപ്പോകളിലെ ഇത്തരം സർവീസുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് ചെയിൻ സർവീസുകൾ, TT സർവീസുകൾ മലപ്പുറത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു, പെരിന്തൽമണ്ണയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു, മണ്ണാർക്കാട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു, ചിറ്റൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ ബസ്സുകളുടെ തുടക്കത്തിലും അവസാനത്തിലും, ഉദാഹരണം മലപ്പുറത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാലക്കാട് കോഴിക്കോട് സർവീസ് അവസാന ട്രിപ്പ് കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അതിൽ യാത്രക്കാരുണ്ടാവില്ല, കാരണം അവർ പാലക്കാടേക്കാണ് പോകേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ ഈ സർവീസിൻ്റെ കിലോമീറ്റർ അല്ലെങ്കിൽ ഇതിന് വരുന്ന ഡീസൽ നഷ്ടം നമുക്ക് ലാഭിക്കാൻ കഴിയും. പക്ഷേ എന്താണ്, ഡ്യൂട്ടി തികയ്ക്കാൻ വേണ്ടി കിലോമീറ്റർ കൂട്ടി കൊടുക്കുന്ന ഇവിടുത്തെ മിഡിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം കൊണ്ട് മാത്രം പ്രതിമാസം KSRTC ഉണ്ടാകുന്ന നഷ്ടം കോടികളാണ് സർ. ഇവിടെ KSRTCക്ക് ഏത് റൂട്ടിൽ പോകണമെന്ന് ഒരു തീരുമാനം നമ്മൾ എടുക്കുകയും ആ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് എഴുതിക്കലും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു ധാരണ, ചുരം കയറുന്ന ഒരു വണ്ടി 1 കിലോമീറ്ററിന് 3 മിനിറ്റ് ആണെങ്കിൽ ചുരം ഇറങ്ങുമ്പോൾ അത് 1 മിനിറ്റാണ്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, നമുക്ക് ഊട്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ഉണ്ട്, പെരിന്തൽമണ്ണ നിലമ്പൂർ വഴി പോകുന്ന സർവീസ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ പോകുന്ന സർവീസ്, പാലാ ബാംഗ്ലൂർ, അതുപോലെ തന്നെ കോട്ടയം ബാംഗ്ലൂർ തുടങ്ങിയ ബാംഗ്ലൂർ സർവീസുകൾ, ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ, അത് തുടങ്ങി ഒരു ദിവസം പോലും കൃത്യസമയത്ത് നിലമ്പൂർ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവരുടെ ഒരു മിഥ്യാധാരണ, അങ്ങോട്ട് കയറ്റമല്ലേ മെല്ലെ കയറുള്ളൂ, ഇങ്ങോട്ട് ഇറക്കമല്ലേ സ്പീഡിൽ ഇറങ്ങാമെന്നുള്ള ധാരണയാണ്. എന്നാൽ കയറ്റം കയറുന്ന അതേ സ്പീഡിലെ ഗിയർ ഡൗൺ ചെയ്ത് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന ധാരണയുള്ള ഉദ്യോഗസ്ഥർ KSRTC ഇല്ല, അല്ലെങ്കിൽ ഈ ഷെഡ്യൂൾ തയ്യാറാക്കുന്ന ആ വിഭാഗത്തിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപവാദം. അതുകൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഷെഡ്യൂൾ എഴുതണമെന്ന് ആവശ്യപ്പെടാൻ കാരണം. ഈ ബസ് എല്ലാ ദിവസവും 2 മണിക്കൂർ വൈകിയാണ് ഊട്ടിയിൽ നിന്നായിക്കോട്ടെ ബാംഗ്ലൂരിൽ നിന്നായിക്കോട്ടെ നിലമ്പൂരെത്തുള്ളൂ. കാരണം ഘാട്ട് ഏരിയയാണ്, രാത്രികാലമാണ്, മഞ്ഞുണ്ട്, കയറിയ സമയത്ത് പോലും ഇറങ്ങി വരാൻ കഴിയില്ല. ഈ കാര്യം കൂടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് സാർ, ഇവിടെ അറിയാം 30 വർഷമായി ഇല്ലാത്ത തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒട്ടനവധി ഉദ്യോഗസ്ഥർ KSRTCയിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പേര് പറയുന്നില്ല, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പരിശോധിച്ചാൽ അറിയാം. ബഹുമാനപ്പെട്ട മുൻ MD ഡോമിൻ ജെ തച്ചങ്കരി അതുപോലെ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു, 30 വർഷമായി KSRTC ഇല്ലാത്തൊരു തസ്തിക ഇനി തുടരേണ്ടതില്ല എന്ന് പറഞ്ഞ് അവർക്ക് എടുക്കേണ്ട ജോലികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർ ആ ജോലി എടുക്കുന്നില്ല എന്നുള്ളതാണ്. KSRTC ബസ്സിൽ ഫ്യൂവൽ മെയിൻ്റനൻസ് ചെയ്യുന്ന ബസ്സുകൾക്ക് എത്ര ഫിൽട്ടർ മാറ്റിയിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഫ്യൂവൽ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ മാറ്റേണ്ടതായ ഫിൽട്ടർ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വാങ്ങി സാധനം, ഫിൽട്ടർ എവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ഫിൽട്ടർ മാറാതെ ഫ്യൂവൽ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ പമ്പിന് നഷ്ടം വരും,
നാശം സംഭവിക്കും, പമ്പിന് നാശം സംഭവിച്ചാൽ എഞ്ചിൻ നാശം സംഭവിക്കും. അങ്ങനെ ഈ ജോലികൾ കൃത്യമായി ചെയ്യാതെ പുറമേ ചെയ്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫിൽറ്റർ ലോക്കൽ പർച്ചേസ് ചെയ്യാൻ പറയും. ലോക്കൽ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള വിഷയം, ഒരു ഫിൽറ്ററിന് വില എത്രയാണ്? നല്ല സംഖ്യ വരുന്നുണ്ട്. ഒരു ഡിപ്പോയിലേക്ക് ഒരു മാസത്തേക്ക് അനുവദിക്കപ്പെടുന്ന തുക വളരെ കുറഞ്ഞ തുകയാണ്. ഇനി ചെറിയൊരു സാധനത്തിന് വേണ്ടി പോലും ഡിപ്പോയിൽ വണ്ടികൾ കിടക്കുകയാണ്. ഉദാഹരണം പറയാം, ഒരു പോപ്പർ വെറ്റ് 1 രൂപയുള്ളൂ. ഒരു പോപ്പർ വെറ്റിന് വില. ഒരു വണ്ടി ഇറക്കണം, നമുക്കൊരു 50 പോപ്പർ വെറ്റ് വേണം. ഈ പോപ്പർ വെറ്റ് കേരളത്തിലെ ഈ പറഞ്ഞ 95 ഡിപ്പോയും ബാക്കിയുള്ള 5 വർക്ക്ഷോപ്പുകളിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയില്ല. കാസർഗോഡായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക ഒരു 100 റിവറ്റല്ലേ. കാസർഗോഡ് നിന്ന് ഈ റിവറ്റ് ഒരു വണ്ടിയിൽ ഇവിടെ എത്തണം. അതാണോ ലാഭം? ആ സമയത്ത് വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പോപ്പർ വെറ്റ് ലോക്കൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ വണ്ടി ഇറങ്ങിപ്പോവും. അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുഷായിരിക്കും, അല്ലെങ്കിൽ ഒരു ബോൾട്ടായിരിക്കും, ഒരു പ്ലാഞ്ച് നട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ബോൾട്ട്. കേരളത്തിലെ ഏതെങ്കിലും ഡിപ്പോയിലുണ്ടെങ്കിൽ ലോക്കൽ പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ കരി നിയമങ്ങളെ മാറ്റിക്കൊണ്ട് സുതാര്യമായിട്ട് ലോക്കൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ നമുക്ക് വണ്ടി സപ്ലൈ ചെയ്യണ ഇഷ്ടം പോലെ കമ്പനികളുണ്ട്. ഐഷറുണ്ട്, ടാറ്റയുണ്ട്, ലൈലനുണ്ട്. ഇവരൊക്കെ ഷോറൂമുകളുണ്ട്, എല്ലാ ജില്ലകളിലുണ്ട്. ഒരു കേന്ദ്രീകൃത ലെവലിലേക്ക് ലോക്കൽ പർച്ചേസ് മാറ്റിക്കഴിഞ്ഞാൽ അതാത് ഡിപ്പോകളിലേക്ക് ഈ സാധനം കിട്ടും നമുക്ക്. ഇപ്പോൾ എന്താ, കടം വാങ്ങുകയാണ്. ആരാണ് കടം വാങ്ങുന്നത്? സ്റ്റോർ ജീവനക്കാർ കടം വാങ്ങേണ്ട അവസ്ഥ. എന്ത് ഗ്യാരണ്ടിയിലാണ് കടം വാങ്ങുന്നത്? മേലുദ്യോഗസ്ഥർ നിങ്ങൾ കടം വാങ്ങണ്ട, വണ്ടി അവിടെ കിടന്നോട്ടെന്ന് പറയും. വണ്ടി കിടക്കാനല്ലല്ലോ ഇവിടെ ജീവനക്കാർ ജോലിക്ക് വരുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ജോലിക്ക് വരേണ്ടത്. ഈ വണ്ടി ഇറക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സർവീസ് നടത്തുക എന്ന ഉദ്ദേശമാണ് KSRTCക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മേഖലയും കൂടെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് സാർ. KSRTCയിലെ ജീവനക്കാർ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും വീട് പണിയാൻ വേണ്ടിയൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. സൊസൈറ്റികളിൽ നിന്നും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്. 3 ലക്ഷം രൂപ ലോൺ എടുത്ത ഒരു ജീവനക്കാരൻ്റെ 5 ലക്ഷം രൂപ KSRTC പിടിച്ചിട്ടും ഒരു നയാ പൈസ പോലും ഈ സൊസൈറ്റികളിലേക്കോ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കോ തിരിച്ചടച്ചിട്ടില്ല KSRTC. ഈ കണക്ക് KSRTCയുടെ മാനേജ്മെൻറ്റ് എവിടെയും പറഞ്ഞിട്ടില്ല. ബാക്കി കൊടുക്കാനുള്ള കൺസ്ട്രക്ഷൻ്റെ പൈസയും ഡീസലിൻ്റെ പൈസയും സ്പെയർ പാർട്സിൻ്റെ പൈസയും ടയർ വാങ്ങിയതിൻ്റെ കണക്കുമാണ് KSRTC എപ്പോഴും പറയാറുള്ളത്. ഇങ്ങനെ 10,000 ജീവനക്കാർ ലോൺ എടുത്ത പൈസ കൃത്യമായി ശമ്പളത്തിന് പിടിക്കുകയും എന്നാൽ ധനകാര്യ സ്ഥാപനത്തിലേക്ക് തിരിച്ചടയ്ക്കുകയും ചെയ്യാത്തതിൻ്റെ പേരിൽ ഈ ജീവനക്കാർ പലിശയുടെ മേൽ പലിശയും കൊടുത്തു തീർക്കേണ്ട ഒരു വലിയൊരു ബാധ്യതയിലേക്ക് തീർന്നിരിക്കുകയാണ്. ആരാണ് ലോൺ എടുക്കുന്നത്? സാമ്പത്തികമായി സ്വയം ശേഷി ഇല്ലാത്തവൻ ലോൺ എടുക്കുകയാണ്. ഈ സ്വയം ശേഷി ഇല്ലാത്തവൻ ലോൺ എടുക്കുകയും അവൻ്റെ ശമ്പളത്തിൽ നിന്ന് റിക്കവറി ചെയ്യുകയും ഈ റിക്കവറി ചെയ്ത തുക കൃത്യമായി തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ഇവന് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയാണ്. ആത്മഹത്യയിലേക്ക് പോലും KSRTC ജീവനക്കാർ പോകുന്നു. സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു വിഷയം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. അന്ന് വീട് വെക്കാൻ ലോൺ എടുത്തു, ഇന്ന് ആ ലോൺ അടച്ചിട്ടില്ല. ഇന്ന് മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഒരു ലോണിന് ചെല്ലുമ്പോൾ സിവിൽ സ്കോറില്ല, ലോണ് കിട്ടുന്നില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയം പഠിക്കേണ്ടതുണ്ട്. ഇത് ഏത് അക്കൗണ്ടിലേക്ക് പോയെന്ന് പോലും ചോദിച്ചാൽ ആർക്കും അറിയുന്നില്ല. PFൻ്റെ പൈസ അങ്ങനെ തന്നെയാണ് സാർ. PFൻ്റെ പൈസ അങ്ങനെയാണ്. ഞങ്ങളത് പിടിക്കുന്നു, പക്ഷേ ആ പൈസ കൃത്യമായി PF അക്കൗണ്ടിൽ എത്തുന്നില്ല. 2 വർഷമൊക്കെ ആയി PF ലോണിന് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ്. റീഇംബേഴ്സ്മെൻറ്റ്, പേരിന് റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട്, പക്ഷേ കിട്ടുന്നില്ല. ജീവനക്കാർക്ക് ഇത് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ 2-2.5 വർഷത്തിനുള്ളിൽ KSRTCയിലെ ജീവനക്കാർ എത്ര പേർ മരിച്ചു എന്നുള്ളത് ഒരു കണക്കെടുക്കുന്നത് നല്ലതാണ്. കൂടാതെ ഇതര ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര പേർ മരിച്ചു എന്നുള്ളതും ഈ മരണപ്പെട്ടവരുടെ പ്രായവും അങ്ങ് ഒന്ന് കണ്ടെത്തണം. ഇതെല്ലാം ഒരു കാരണവശാലും KSRTCക്ക് അകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസിനെ വെച്ചിട്ടോ അന്വേഷകരെ വെച്ച് ചെയ്യരുത്. പുറത്ത് ഒരു മന്ത്രി എന്ന നിങ്ങളുടെ അങ്ങയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുനിന്നൊരു വിജിലൻസിനെ വിളിച്ചുകൊണ്ട് ഒരു ടീം രൂപവൽക്കരിച്ച് ഇത് അന്വേഷിക്കണം, അതിന് പരിഹാരം കണ്ടെത്തണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാർ പറയാനുള്ളത് KSRTCയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. KSRTC ബസ് സർവീസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കരമാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും എങ്ങനെ സംസ്കരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ശരിക്കും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യങ്ങൾ കൊണ്ടുപോകാം. അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീടുകളിൽ വന്നെടുക്കുന്നുണ്ട്, പ്രതിമാസം 50 രൂപ കൊടുത്താൽ മതി. പക്ഷേ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. പ്ലാസ്റ്റിക്കായിട്ട്, റബ്ബറായിട്ട്, ചില്ലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് കളക്ട് ചെയ്യുക. പക്ഷേ KSRTCയിൽ അങ്ങനെ ചെയ്യാൻ ആളില്ല. കാരണം KSRTC CLR ജീവനക്കാർ പോലും കൃത്യമായിട്ടില്ല. 2000 സ്ക്വയർ ഫീറ്റാണ് ഒരു സ്വീപ്പറുടെ ഡ്യൂട്ടിയെങ്കിൽ 5000-6000 സ്ക്വയർ ഫീറ്റ് അടിച്ചു വാരി അവിടുത്തെ ബാത്റൂം, കക്കൂസ് എല്ലാം റൂമുകളെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്ന വേണ്ടി ഒരു സ്വീപ്പറാണുള്ളത്.
രാവിലെ 8 മണിക്കൊന്ന് 4 മണി വരെ വിശ്രമമില്ലാണ്ട് ജോലി എടുക്കേണ്ട അവസ്ഥയാണ്. CLR ജീവനക്കാരുടെ അവസ്ഥ എങ്ങനെയാണ്? CLRമാരില്ല. ഡിപ്പോയിലെ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് ഇഴജന്തുക്കളും കൊതുകുകളും അതുപോലെ മറ്റു മാരക രോഗങ്ങളും ജീവനക്കാർക്കും യാത്രക്കാർക്കും സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഗ്രീസ് മാലിന്യം മാറ്റുന്നത്? എങ്ങനെയാണ് ലൈനറിൻ്റെ മാലിന്യം? പ്രകൃതിയുമായി ഒരിക്കലും ഇഴുകിച്ചേരാത്ത ഇത്തരം മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കപ്പെടുന്നു? അടിയന്തരമായി അങ്ങയുടെ ശ്രദ്ധ അതിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വേസ്റ്റുകൾ കൃത്യമായിട്ട് കത്തിച്ച് കളയാതെ കൃത്യമായിട്ട് എത്തിക്കേണ്ടത് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുകയും അത്തരം മേഖലകളിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ബസ്സുകളിലെ ക്ലീനിങ് വർക്കുകൾക്ക് ബസ്സുകൾ കഴുകി സർവീസിന് അയക്കണം. പക്ഷേ ഈ പറഞ്ഞ കുറഞ്ഞ കൂലിക്ക് ആളെ കിട്ടുകയില്ല. ഇന്ന് ശരാശരി ഒരു കയ്യാളായിട്ട് പോയി കഴിഞ്ഞാൽ 1000 രൂപ കൂലി കിട്ടുന്ന കാലത്താണ് ഇതുള്ളത്. അതല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള അങ്ങനത്തെ വലിയൊരു തീരുമാനമാണ് ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് എടുക്കുന്നുള്ളത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കായികക്ഷമതയുള്ള ഭിന്നശേഷിക്കാരെ വാഷിംഗ് ജോലികൾക്ക് വേണ്ടി നിയോഗിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വരുമാന മാർഗ്ഗമായിരിക്കും. കാരണം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരുന്ന ഒരു തീരുമാനമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് KSRTCയിൽ ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് എടുക്കും എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തീരുമാനം പോലെ തന്നെയായിരിക്കും ശാരീരിക ക്ഷമതയുള്ള ഭിന്നശേഷിക്കാരെ ക്ലീനിങ് ജോലികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ CLR ആയിട്ടും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് മേഖലകളിലേക്ക് നിയോഗിക്കാൻ കഴിഞ്ഞാൽ അതും ചരിത്രപരമായ ഒരു തീരുമാനമാകും. കുറേ കുടുംബങ്ങൾക്ക് അതുകൊണ്ട് രക്ഷ കിട്ടും. ഭിന്നശേഷിക്കാർക്കും അതൊരു വലിയൊരു നേട്ടമായി മാറും എന്നൊരു കാര്യം കൂടെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അതുപോലെ ആവശ്യത്തിന് ജീവനക്കാരില്ല, മെക്കാനിക്കൽ ജീവനക്കാരില്ല സാർ. KSRTCയിൽ 0.6 ആയത് പണ്ട്, അത് 0.4 ആക്കി, ഇപ്പോൾ 0.3 ആക്കി എന്ന് പറഞ്ഞു. 0.2 ആക്കിയാലും 12 വർഷത്തിലധികം പഴക്കമുള്ള ബസ്സുകൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ മാത്രമാണുള്ളത്. ഇവിടെ എവിടെയും വർക്ക്ഷോപ്പുകൾ നവീകരിച്ചില്ല. കുറച്ച് ബാത്റൂമുകൾ പെയിൻ്റ് അടിച്ച് നവീകരിച്ചതല്ലാണ്ട് ഇവിടെ ഒരു പവർ ടൂൾ എവിടെയില്ല. എവിടെയാണ് KSRTCയിലെ ഡിപ്പോകളിൽ ഒരു പവർ ടൂളിലെ ഒരു പവർ കട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഒരു ലീഫ് കട്ട് ചെയ്യാൻ നമുക്ക് 12 രൂപയെ ചിലവ് വരുള്ളൂ. നേരെ മറിച്ച് അതില്ല എങ്കിൽ വെൽഡിംഗ് റാഡ് ഉപയോഗിച്ചാണ് ഒരു ലീഫ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് 240 രൂപ ചിലവാണ്. കാരണം ഒരു റാഡ് കത്തിക്കാൻ അതിൻ്റെ വിലയും അതിൻ്റെ കറണ്ട് ചാർജ് ഉൾപ്പെടെ ഏതാണ്ട് 62 രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ചുരുങ്ങിയ ചിലവിലുള്ള ടൂൾസുകൾ പോലും വാങ്ങി നൽകാതെയാണ് ജീവനക്കാരുടെ എണ്ണം വെട്ടി ചുരുക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കണം. ഓരോ ഡിപ്പോയിലും ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് എത്ര ജീവനക്കാരുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് മെക്കാനിക്കൽ ജീവനക്കാരില്ലാത്ത ഡിപ്പോയിലും KSRTCയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനാവശ്യമായ തെളിവുകളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി ആവശ്യപ്പെടുകയാണെങ്കിൽ മന്ത്രിയുടെ സമക്ഷം ഹാജരാക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് കേരളം വലിയ പ്രതീക്ഷയോടെ കാണുന്നു, തൊഴിലാളികൾ വലിയ പ്രതീക്ഷയോടെ കാണുന്നു. ആർജവമുള്ള നട്ടലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ശേഷിയുള്ള ഒരു മന്ത്രിയുടെ മുന്നിലാണ് ഞങ്ങൾ ഈ ആവശ്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങ് അതിൻ്റെതായ മുഖവിലേക്കെടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. Thank you.